ഡോക്ടർ ടി എം തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് കോടതിയിലെ വക്കീൽ അത് മെൻഷൻ ചെയ്തു. തിങ്കളാഴ്ച പെറ്റീഷൻ മൂവ് ചെയ്യുന്നു. കാരണം കോടതി 21-ാം തീയതി വരെ ഇത് പരിഗണനക്കെടു മാറ്റിവെച്ചിരിക്കില്ലേ. അപ്പോൾ എന്തിനാ ഈ 2-ാം തീയതി ഇപ്പോൾ സ്പെഷ്യലായിട്ട്? ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇപ്പോൾ ഇത്ര വലിയ ധൃതി എന്താണെന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കോടതിയിൽ തിങ്കളാഴ്ച പെറ്റീഷൻ സമർപ്പിച്ച് വാദം കേൾക്കും. കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആവശ്യം. കോടതി എന്തിനാ എന്നെ വിളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് ഒരു മറുപടിയായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത്, കിഫ്ബിയുടെ ഒഫീഷ്യൽസ് പണത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്തോ അവർക്കറിയാത്തൊക്കെ എനിക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കിഫ്ബിയുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതിയിലെ എൻ്റെ പ്രയറെ എങ്ങനെ ഒഫീഷ്യൽസ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഇഡിക്ക് തോന്നിയത്? അതുകൊണ്ട് കോടതി കിഫ്ബി ഒഫീഷ്യൽസ് നൽകിയിട്ടുള്ള അഫിഡവിറ്റ്, അവരുടെ ഡിസ്പൊസിഷൻ, അത് പരിശോധിക്കണം. രണ്ടിലൊന്നും അറിയണമല്ലോ. അതെ, അത് തീരുമാനം എടുത്തതിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റി എന്ന് പറയുക. വിനിയോഗം എന്ന് പറയുന്നത് ഓരോ സോഴ്സിൽ നിന്നുള്ള ഓരോ ഫണ്ട് ആരവർക്ക് ഇവിടെ കൊടുക്കണമെന്നുള്ളത് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനിക്കുന്നത്. അത് റൂട്ടീൻ കാര്യം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും. വാക്ക് ഞാൻ പറഞ്ഞതാ, എൻ്റെ തോന്നല് എന്തുവാ. മസാല ബോണ്ട് വിഷയത്തിൽ ഇഡി നോട്ടീസുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്.